എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടി ധ്യാനത്തിലൂടെ നമ്മൾ പൊതുവെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നതിനേക്കാളുപരി ഇതിൻ്റെ മെക്കാനിസം പഠിക്കുക എന്നുള്ളതാണ് ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു ഉദ്ദേശം. അറിവ് വർദ്ധിപ്പിക്കുക. ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ സ്കൂളിലെ സിലബസിനെ കുറിച്ച് പൊതുവെയുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത്, സ്കൂളിലെ സിലബസുകളെല്ലാം തിയറട്ടിക്കൽ ലെവലിലാണ്. അത് ആപ്ലിക്കേഷൻസ് ഇല്ല, അതിൻ്റെകത്ത് വർക്ക് ഓറിയൻറ്റഡ് അല്ല എന്നുള്ളതാണ്. അത് പ്രാക്ടിക്കാലിറ്റി ഇല്ലാത്തതാണ്. അപ്പോൾ അറിവിന് വേണ്ടി മാത്രം പഠിക്കുന്ന തിയറട്ടിക്കൽ ലെവലാണ് സ്കൂളിലെ വിദ്യാഭ്യാസം എന്നൊരു കംപ്ലൈൻ്റ് ഉണ്ട് പൊതുവേ. സാധാരണ ഭജന പ്രഘോഷങ്ങളുടെയൊക്കെ ഉദ്ദേശം പലപ്പോഴും ഈ മനുഷ്യന് അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുക, ആധ്യാത്മിക ജീവിതം പ്രഫുല്ലമാക്കുന്നതിന് വേണ്ടിയുള്ള അനുധാരികളെ ക്രമീകരിച്ച് തരിക എന്ന് തന്നെയാണ്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, അറിവ് നമുക്ക് അനുഭവം തരണം. അറിവിൻ്റെ ഉദ്ദേശം എന്താ? ഡയറക്റ്റ് അറിവ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇപ്പോൾ അനുഭവം ഉണ്ടായാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അറിവ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഐഡിയ ശരിക്കും പറഞ്ഞാൽ ഒരു മതവിദ്യാഭ്യാസത്തിൻ്റെ ഐഡിയ അല്ലത്. മതവിദ്യാഭ്യാസത്തിൽ എപ്പോഴും അറിവിന് അനുഭവം ഉണ്ടാകണം. അനുഭവം നമുക്ക് എന്താ തരണത്? വ്യക്തികൾക്ക് അനുഭവം ബോധ്യം നൽകും, അല്ലേ? ഈ ബോധ്യം നമ്മൾക്ക് എന്താ തരണത്? രണ്ട് ബോധ്യങ്ങൾ നമുക്കൊരു വ്യക്തിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തിക്ക് രണ്ട് ഫാക്കൽറ്റി ഉള്ളതുകൊണ്ടാണ്. ഒന്ന്, ഒരു ഫാക്കൽറ്റി എന്താണ്? നമ്മുടെ ബുദ്ധി, അല്ലേ, ഇൻ്റലക്റ്റ്. മറ്റൊരു നമ്മുടെ വൈകാരികമായ മേഖല, വില്ല്, മനസ്സ്. രണ്ട് ഫാക്കൽറ്റി ഉണ്ട്. ഈ രണ്ട് ഫാക്കൽറ്റിയിലും നമ്മുടെ അറിവ് കൺകറൻ്റ് ആകണം. വെച്ച് കഴിഞ്ഞാൽ രണ്ടിനോടും, രണ്ട് ഓഫീസിലും അതിന് സ്വീകാര്യമാകണം. ബുദ്ധിപരമായിട്ട് സ്വീകാര്യമാകണം, വൈകാരികമായിട്ടും സ്വീകാര്യമാകണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബുദ്ധിപരമായ ബോധ്യങ്ങൾ കിട്ടും, ഇൻ്റലക്ച്വൽ കൺവിക്ഷൻസ്. വൈകാരികമായിട്ട് നമുക്ക് ബോധ്യം, ഇമോഷണൽ കൺവിക്ഷൻസ്, വൈകാരിക ബോധ്യങ്ങൾ. ഈ ബോധ്യങ്ങൾ നമുക്ക് എന്താണ് ബോധ്യങ്ങളിലേക്ക് നമുക്ക് തരണത്? സാക്ഷ്യങ്ങളാണ്. ഈ സാക്ഷ്യം ഉണ്ടാണെങ്കിൽ ഇതിന് റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു റെഡിമെയ്ഡ് ഫുഡല്ലത്. സാക്ഷ്യം ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരണതാണ്. ആദ്യം എന്താ കിട്ടുന്നത്? ആദ്യം അറിവ് കിട്ടും. പിന്നെന്ത് ചെയ്യും? അറിവ് തന്നെ പലതരത്തിലുണ്ട്. അറിവ് നമുക്ക് അറിവ് കിട്ടുന്നത് ഇതിൽ നിന്ന് പറയാം. കുറേ അറിയാം ഇൻപുട്സുകൾ നമുക്കുണ്ട്. ഒന്ന് ചെവി, അല്ലേ, കേൾവിയിലൂടെ നമുക്ക് അറിവ് കിട്ടും. പിന്നെ എന്താണ്? നമുക്ക് കണ്ണ് കാണാൻ പറ്റും, അല്ലേ, ഓഡിയോ, വീഡിയോ, അല്ലേ, വീഡിയോ കണ്ണ് കാണാൻ പറ്റും, കണ്ണിലൂടെ നമുക്ക് അറിവ് കിട്ടും. പിന്നെ എന്താ കിട്ടുന്നത്? ടക്സിയോ, തൊട്ട് സ്പർശ്യമായിട്ട് തൊട്ട് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ. നമ്മൾ ഓരോ വസ്തുക്കളെ ചിലർ മണത്തും മനസ്സിലാക്കും, അല്ലേ, മുക്കുകൊണ്ട് മണം മനസ്സിലാക്കിയെടുക്കും. അതുകൊണ്ടാണ് നല്ലതാണെങ്കിലും മോശം നമ്മൾ റിജക്റ്റ് ചെയ്യുക ചെയ്യണത്. മരിയനിൽ മാത്രമേ ഈ മണം വരുന്നുള്ളൂ. ബാക്കി മരിയനില്ലാത്ത ആധ്യാത്മിക വിഷയങ്ങൾക്കെല്ലാം മൂക്കിന് വലിയ പ്രാധാന്യമില്ല. അവിടെ മരിയനിൽ നല്ല പ്രാധാന്യമാണ്. ആൾക്കാർ അത് ഇക്കാലത്ത് അതായത് മരിയൻ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്തതിന് ശേഷം
കേരള ജനതയ്ക്കും ലോക ജനതയ്ക്കും കിട്ടിയ പുതിയൊരു അനുഭവമാണ് ഈ മൂക്ക് കൊണ്ട് ദൈവത്തെ അനുഭവിക്കുക എന്നുള്ളത്. അത് ഒരു ദിവസം എങ്ങനെയായാലും ഒരു 2-3 സാക്ഷ്യങ്ങൾ വരും. അതായത് മുല്ലപ്പൂവിൻ്റെ ശക്തമായ സ്മെല്ല് വരും. മുല്ലപ്പൂവൊന്നുമല്ല, കാര്യം നമ്മുടെ ഫയലില്ലേ അതേ ഉള്ളതാണ് പ്രശ്നം. മുല്ലപ്പൂ ആയിരിക്കത്തില്ലതേ, നമ്മുടെ ഫയലില്ലേ, മലയാളികളുടെ ഫയലല്ലേ, നമ്മുടെ ബ്രെയിനിലുള്ള ഫയല് മലയാളി ഫയലല്ലേ. മലയാളികൾക്ക് അറിയാവുന്നൊരു സ്മെല്ല് ഡിക്റ്റേറ്റ് ചെയ്യണ, ബ്രെയിൻ ഡിക്റ്റേറ്റ് ചെയ്യണത് മുല്ലപ്പൂവായിട്ടാണ്. അത് മുല്ലപ്പൂവിൻ്റെ മണമായിരിക്കത്തില്ലത്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ ക്യാച്ച് ചെയ്തിട്ട് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് പറയും ഇത് ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ജാസ്മിൻ എന്ന് പറയും. അതായിരിക്കണം നിർബന്ധമില്ല, നമ്മളങ്ങനെ പറയണതാണ്. പക്ഷേ ചില കർണാടകക്കാരൻ ചിലപ്പോൾ വേറെ വല്ലതും പറഞ്ഞു തരും. കാര്യം അവന് കുറച്ച് അടുപ്പമുള്ള വിഷയം എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അത് പറയണത്. എനിവേ, ഇതെല്ലാം ഇന്ദ്രിയ ഗോചരമായി വന്നിട്ടുണ്ട്. ഇത് ഈ കാലത്തല്ല, പഴയ നിയമത്തിലെ തന്നെ ഒരു നിലപാടാണത്. സാക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ടത് എപ്പോഴും അതാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് യോഹന്നാൻ 1:1. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതാണ് സംഭവം. അവിടെ മൂന്ന് ഫാക്കൽറ്റി വരുന്നുണ്ട്. എന്തൊക്കെയാണ്? കണ്ണുകൊണ്ട് കണ്ടത്, ആദ്യം മുതൽ ഉണ്ടായതും, ഞങ്ങൾ കേട്ടതും, കണ്ണുകൊണ്ട് കണ്ടതും, കൈകൊണ്ട് സ്പർശിച്ചതും. ആരെക്കുറിച്ചാണ് ഇവർ പറയണത്? യോഹന്നാനെ പറയണത് ഈശോനെക്കുറിച്ച് പറയണതാ.